ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈഫ് ഈസ് സോ അൺപ്രഡിക്റ്റബിൾ അല്ലേ? എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഈ ഒരു 2-3 മന്ത്സ് ആയിട്ട് നടന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ മര്യാദയ്ക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് പോയതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഞാൻ പണ്ട് തൊട്ട് തുടങ്ങിയ ആളാണ്. ആർക്ക് ഫോളോവേഴ്സ് ഇല്ലാത്ത സമയത്ത് എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ഇഷ്യൂ നടന്ന സമയത്ത് ഞാനതെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ തന്നെ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം എന്തായാലും ഇനി സ്റ്റോപ്പ് ചെയ്യില്ല. എനിക്ക് അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്തത്. ബിക്കോസ് എനിക്കൊരു ഡൗൺ ആയിട്ടുള്ള ടൈം വരുമ്പോൾ ഞാൻ പോസ്റ്റിങ് നിർത്തും, കംപ്ലീറ്റ്ലി ഞാൻ നിർത്തും. അപ്പോൾ ഇപ്രാവശ്യം ആ മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കരുത് എന്നുള്ളതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോർമലി പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. അല്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ ആ ഒരു അൽഗോരിതം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത് പോയതാണ്. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് യൂട്യൂബിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യും. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊരു 2-3 വീക്സിനുള്ളിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതെന്താന്നുള്ളത് പിന്നെ എനിക്ക് പറയാൻ തോന്നുവാണെങ്കിൽ, റിവീൽ ചെയ്യണം തോന്നുവാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അങ്ങനെ ഈ ഒരു 2-3 മന്ത്സ് ആയിട്ട് ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു ലൈഫാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എണീക്കുക, അങ്ങനെ ഒട്ടും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതിനു മുന്നേ. അതായത് എൻ്റെ ലൈഫിൽ കുറച്ച് ആക്ച്വലി ഐ എം ഗോയിങ് ത്രൂ സം ഷിറ്റ്. അപ്പോൾ ഈ സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. രാവിലെ എണീക്കും, യോഗ ചെയ്യും, ഡേ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. ഇത്ര സമയത്തുള്ളിൽ ഫുഡ് കഴിക്കുക, ഇത്ര സമയത്തുള്ള വർക്കൗട്ട് ചെയ്യുക, ഇത്ര സമയത്തിൽ വീഡിയോ എടുക്കുക, ഇത്ര സമയത്ത് എഡിറ്റ് ചെയ്യുക, അങ്ങനെ പൊക്കോട്ടിരുന്ന എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത, വേണമെങ്കിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയുള്ളൂ. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്യണ ഒരാളല്ല. ഞാൻ തോന്നുമ്പോൾ എണീക്കുക, ഉച്ചയ്ക്ക് എണീക്കുക, അല്ലെങ്കിൽ പാതിരാത്രി വെളുപ്പിനെ കിടന്നുറങ്ങുക, ഇതൊന്നും എൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഈ ഇത്ര ഏജിനിടയിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അതുകൊണ്ടാണ് യൂട്യൂബിലും ഞാനൊന്നും ഇടുന്നില്ല. എനിക്ക് അതിനുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു. പക്ഷേ നാളെ മുതൽ ഇന്നും ഞാൻ ലേറ്റായിട്ട് എണീറ്റെ. അപ്പം നാളെ മുതൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും സോഷ്യൽ മീഡിയസിൽ ആക്റ്റീവ് ആവുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞാൻ അധികം ആത്മാർത്ഥത ഈ ഒരു 2 മന്ത്സ് ആയിട്ട് ഒന്നിനോടും കാണിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടെങ്കിലും കുറച്ച് അൽക്കുലത്ത് വീഡിയോസൊക്കെ ആയിരുന്നു ഇടുന്നത്. സോ അതൊക്കെ നിർത്തിയിട്ട് ഞാൻ നാളെ മുതൽ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. സോ നമ്മളിനി റെഗുലറായിട്ട് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തു പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ദയവേത് എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. And thank you for your patience. Keep watching, okay, my videos. നാളെ അല്ലെങ്കിൽ മൺഡേ നമ്മളൊരു അടിപൊളി ലോങ് ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ കുറേ വ്ളോഗ്സ്, കാര്യങ്ങൾ, സ്റ്റൈലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഡാൻസ്, ഇതുപോലുള്ള കുറേ സാധനങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ മറക്കരുത്. അത്രയേ ഉള്ളൂ. ബൈ.